മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസിൽ 16 പ്രതികളും ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകണം. കേസ് നിർണായക ഘട്ടത്തിലാണ്. ഇന്ന് പുതുക്കിയ കുറ്റങ്ങൾ പ്രതികൾക്ക് വായിച്ചു കേൾപ്പിച്ച ശേഷം തുടർ വിചാരണ നടപടികൾ ആവശ്യപ്പെടും. കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആജ്ഞ, അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് 16 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരാവുന്നത്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആജ്ഞ, ഇതിന് അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികളുടെ ഭാഗമായി ഇന്ന് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 16 പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അഡീഷണലായി IPC 323, അതായത് സിമ്പിൾ ഹേർട്ട് എന്നുള്ള വകുപ്പ് കൂടി, അതായത് പരിക്കേൽപ്പിച്ചു, ആക്രമണത്തിനിടെ ഏൽക്കപ്പെട്ട വാദിഭാഗത്തിന് പരിക്കേൽക്കപ്പെട്ട വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതായത് പുതുതായി ഒരു വകുപ്പ് ചേർക്കുമ്പോൾ, ഈ കുറ്റപത്രത്തിൽ ഇത് ചേർക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് അത് വായിച്ച് കേൾപ്പിക്കേണ്ട, അതായത് വായിച്ച് കേൾപ്പിക്കാൻ പ്രതികളെല്ലാവരും കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. പലതവണയായി, അതായത് വിചാരണ നടപടികൾ വൈകിക്കാൻ വേണ്ടിയാണ് പ്രതികൾ പലതവണയായി കോടതിയിൽ ഹാജരാകാതിരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് കോടതി അങ്ങേയറ്റം വിമർശനാത്മകമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. കടുത്ത വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടായത്. അന്ന് കോടതി കർശനമായി പറഞ്ഞിരുന്നു, ഇന്ന്, അതായത് തിങ്കളാഴ്ച 16 പ്രതികളും കോടതിയിൽ ഹാജരാക്കണം. ഈ പുതുക്കിയ വകുപ്പ് കൂടി വായിച്ച ശേഷമായിരിക്കും മറ്റു നടപടികൾ, സാക്ഷി വിസ്താരം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. 4 മാസത്തിനുള്ളിൽ ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു. അതിനു മുൻപ് ഹൈക്കോടതി 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അത്തരം നടപടിക്രമങ്ങളിലേക്ക് അടിയന്തരമായി കടക്കാൻ വിചാരണ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഈ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയിരിക്കുന്ന ഹർജിയിന്മേലാണ്, അതായത് 8 വർഷത്തോളമായി 2018 ജൂലൈ 2-നാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. അത്രയും കാലഘട്ടം എടുത്ത ശേഷവും ഈ 6 വർഷത്തിന് ശേഷമാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നേരത്തെ വെച്ചത്. പക്ഷേ പിന്നെയും നീണ്ടുപോയി. അപ്പോൾ 4 മാസത്തിനുള്ളിൽ ഈ വിചാരണ നടപടികൾ ആജ്ഞ രവീന്ദ്രനാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. 8 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകമാണ്. കേസ് ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.